പറഞ്ഞോളൂ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു നടത്തമൊക്കെ ഉണ്ടായിരുന്നല്ലോ? വളരെ സജീവമായ വളരെയധികം ഒരു എനർജി കിട്ടിയിട്ടുണ്ട്. കാരണം കോളി സാഹിബിനെ തിരൂര് നെഞ്ചിലേറ്റിയിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ഈ നടത്തത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞങ്ങള് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരായാലും എല്ലാവരും നല്ല സജീവമായി തന്നെ ഒരു 6 കിലോമീറ്ററോളം ഞങ്ങള് പിന്നിട്ട് കഴിഞ്ഞു. വനിതകളുടെ സജീവമായ പങ്കാളിത്തം ഉണ്ടായിരുന്നല്ലോ, ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചതാണ്. വനിതകൾ നമുക്കറിയാം, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയായിക്കോട്ടെ അതിൽ വനിതകളുടെ പങ്കാളിത്തമാണ്, അഥവാ നമ്മുടെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ സ്ത്രീകൾ വഹിക്കുന്ന പങ്ക് നമുക്കറിയാലോ ഏറ്റവും കൂടുതലാണ്. അപ്പൊ അവർക്കറിയാം സാധാരണക്കാരനായ ഒരു MLA ആണ് നമുക്ക് ആവശ്യം. പൊതുവെ നാട് ചിന്തിക്കുന്ന അങ്ങനെയാണ്. പൊതുവെ ജനങ്ങൾ, പ്രത്യേകിച്ച് യൂത്ത് ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അഴിമതിയില്ലാത്ത, തികച്ചും സാധാരണക്കാരനായിരിക്കുന്ന, ജനങ്ങളെ സേവിക്കാൻ സാധിക്കുന്ന, അതിന് ഒഴിവ് കണ്ടെത്താൻ പറ്റുന്ന ആളുകളെ. ഇപ്പൊ കുർക്കുലിന്റെ സമയത്തോളം നന്നേ ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് ഈ പൊതുപ്രവർത്തനങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ഒരാളെ തന്നെ അവർക്ക് വേണം എന്ന് തന്നെയാണ് ഇതുവരെയുള്ള പ്രചരണ പരിപാടികളൊക്കെ വീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങളെ പഞ്ചായത്ത് എല്ലാരും കുർക്കോൽക്ക് വോട്ട് ചെയ്യാ. അവരാണ് യഥാർത്ഥമായ നേതാവ്, അവരാണ് വരേണ്ടത്. വേറെ ഞാൻ വരുന്നത് മാംഗ്ലൂർ നിന്നാണ്, മംഗലാപുരത്തു നിന്നാണ്. ഞാൻ ആ കല്യാണം അയച്ചത് ഇവിടെ കൽപ്പകഞ്ചേരി നിന്നാണ്. അപ്പോ എന്താ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് കുർക്കോലി മൊയ്തീൻ. ഏറ്റവും നല്ല MLA ആണ്. ഏത് സമയത്ത് വിളിച്ചാലും എനിക്ക് കുറെ സ്ഥാപനങ്ങളുണ്ട്, ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ വിളിക്കും, അപ്പൊ തന്നെ ഫോൺ എടുക്കും. ഓൺ ദ സ്പോട്ടിൽ പോയി എടുക്കുന്നവർ, യാതൊരു മടിയില്ലാതെ എല്ലാ ഉദ്ഘാടനത്തിനും അവർ എത്തിച്ചേർന്നിട്ടുണ്ട് കറക്റ്റ് സമയത്ത്. അവരാണ് യഥാർത്ഥ ലീഡർ. എല്ലാരും വോട്ട് ചെയ്യാം, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും നമ്മുടെ കുറുക്കോളി മൊയ്തീൻ സാഹിബിനെ നല്ലൊരു ഭൂരിപക്ഷത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. ജയ് UDF.